ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മഹീന്ദ്ര ഇപ്പോൾ തകൃതിയായിട്ട് തന്നെ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ഇതിനു മുമ്പ് കാണിച്ച കോൺസെപ്റ്റ് വണ്ടികളുടെ പേര് വെച്ച് പറയുകയാണെങ്കിൽ E8 അതുപോലെ തന്നെ E9 കൂപ്പെ തുടങ്ങിയ രണ്ട് വാഹനങ്ങളാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാഹനമാണ് അവർ കോൺസെപ്റ്റ് വണ്ടികൾ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാണിച്ച ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന മഹീന്ദ്രയുടെ BE05 എന്ന് പറയുന്ന SUV കൂപ്പെ. E9 ഒരു SUV കൂപ്പെ തന്നെയാണ്, പക്ഷേ അത് അത്യാവശ്യം സൈസുള്ള വണ്ടിയാണ്. ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത് തന്നെ കർവ് വെച്ച് കമ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടു, പക്ഷേ അത് നമ്മൾ കർവ് വെച്ച് കമ്പയർ ചെയ്യേണ്ട വണ്ടിയല്ല. XUV 700 ബേസ്ഡ് ആയിട്ടുള്ള കൂപ്പയാണത്. കർവ് നിങ്ങൾക്ക് അറിയാലോ, അത് നെക്സോൺ ബേസ്ഡ് കൂപ്പ SUV ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മഹീന്ദ്രയുടെ ഈ വണ്ടിയായിട്ടാണ്, BE05 കൂപ്പെ. ഇനി ശരിക്കുള്ള പേര് അങ്ങനെയായിരിക്കും എന്നെനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്തായാലും ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണുമ്പം കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഏകദേശം അന്ന് അവർ കാണിച്ച ഒരു കോൺസെപ്റ്റ് വാഹനമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. ഇതിൻ്റെ ലൈറ്റ്സ് മാത്രമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടിയായിരുന്നു. ഇതിപ്പം കട്ടൗട്ട് ലൈറ്റ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അതായത് കോൺസെപ്റ്റ് കാണിച്ച പോലെ ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ എലമെൻറ്റ് LED ബാർ ആയിരിക്കില്ല അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. താഴത്തേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു മെയിൻ ലൈറ്റിംഗ് സെറ്റപ്പ് പോലെ അതിൻ്റെ അകത്ത് കിട്ടും. പക്ഷേ അവരന്ന് കോൺസെപ്റ്റ് കാണിച്ച പോലെ മൊത്തം ത്രൂ ഔട്ട് റൺ ചെയ്യുന്ന പോലത്തെ LED ലൈറ്റിംഗ് ബാർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് DRLസും ഇൻഡിക്കേറ്റേഴ്സുമായിട്ടൊക്കെ ഫംഗ്ഷൻ ചെയ്യാനായിരിക്കും. ഇതാണ് ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ വരാൻ പോകുന്നത്. കുറച്ചും കൂടി ഒരു ക്ലോസ്ഡ് പ്രൊഡക്ഷൻ വേർഷനായി ടിപ്പ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. പിന്നെ ഈ വാഹനത്തിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റിയ രണ്ട് ഫോട്ടോസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഇവരുടെ XUV E8 എന്ന് പറയുന്ന നമ്മുടെ 700 ബേസ്ഡ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ കൂടെയുള്ള ഫോട്ടോ ആണ്. രണ്ട് വാഹനങ്ങളിലും പാനറോമിക് സൺറൂഫ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ സൈസ് നമുക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നും. പിന്നെ കിട്ടിയിരിക്കുന്നത് ഡിസയറിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ഫോട്ടോ ആണ്. ഡിസയർ നമുക്കറിയാം ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാനാണ്. ഈ വാഹനം നമ്മൾ ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് ഒബ്വിയസ്ലി കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഈ വണ്ടിയും പറഞ്ഞു വരുമ്പോൾ ഒരു കൂപ്പ SUV ആണല്ലോ, ഗ്രൗണ്ട് ക്ലിയറൻസ് അതുകൊണ്ട് തന്നെ കൂടുതലാണ്. പക്ഷേ എന്നാൽ ഈ വാഹനം ഈ ഫോട്ടോയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു വാഹനമായിട്ട് തോന്നും. കാരണം ഇതിൻ്റെ ബാക്കിലത്തെ ബൂട്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്രോപ്പ് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് വാഹനത്തിൽ അവർ അങ്ങനെ ക്രോപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇപ്പോൾ ഇതുവരെ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ അങ്ങനെ സബ്സിഡി ഒന്നും അവർ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും ഇത് സൈസ് വൈസ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. മഹീന്ദ്ര നമ്മുടെ XUV 400 ഒക്കെ ഇറക്കുന്നുണ്ടല്ലോ, അതൊക്കെ കുറച്ച് വലിയ വണ്ടിയാണ്. 4.2 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. ഇത് അതിനേക്കാൾ ചെറിയ വണ്ടിയായിരിക്കും. 3XO ബേസ്ഡ് EV വരുന്നുണ്ടല്ലോ ഇനി, അതിൻ്റെയൊക്കെ സൈസ് ചെയ്യുവാനും ലെങ്ത് വയസ്സ് കാണുള്ളൂ. പക്ഷേ ഈ ഫോട്ടോയിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള ടയറാണ് അവർ കൊടുത്തിരിക്കുന്നത്. മഹീന്ദ്ര പിന്നെ ടയർ സൈസിൻ്റെ കാര്യത്തിൽ എഞ്ചിൻ പവറിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് വരത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ എലമെൻറ്റ് LED ബാർ നമുക്ക് കാണാം. അതല്ല ഇതിൻ്റെ മെയിൻ ടെയിൽ ലൈറ്റ്സ്. അവർ കോൺസെപ്റ്റ് കാണിച്ച പോലെ തന്നെ C ഷേപ്പ് ടെയിൽ ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ അത്ര എലമെൻറ്റ്സ് ഇപ്പോൾ അവർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെയിനായിട്ട് വരുന്ന ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് മുകളിൽ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് അവർ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കർവിലൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സ്പോയിലറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. നടുവിൽ ചെറിയൊരു കട്ടൊക്കെ ഉള്ള പോലെ. ആൻഡ് ഇതിൻ്റെ അലോയ്സ് നിങ്ങൾക്ക് കാണാം. ടയറിന് വിട്ട് മാത്രമല്ല നല്ല ടയർ സൈസും വരുന്നുണ്ട്. ഇതിപ്പോൾ ഒബ്വിയസ്ലി കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീലാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ടയറിൻ്റെ ഒരു റേഡിയൽ സൈസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇത് വെച്ച് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. നല്ല സൈസുള്ള ടയർസാണ്. മിക്കവാറും 17 or 18 ഇഞ്ച് ടയർസ് അവർ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. ആകെപ്പാട് ചെറിയൊരു പ്രശ്നം തോന്നിയത് ബാക്കിലത്തെ നമ്മുടെ ഒരു സെക്കൻഡ് റോ ഡോറിൻ്റെ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. അതായത് ഗ്ലാസ് ഏരിയ വളരെയധികം ചുരുക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നി കൂപ്പയാക്കാനായിട്ട്. അതും ഈ ചെറിയ ഡയമെൻഷൻസിൽ ചെയ്യണമല്ലോ. പിന്നെ ഇൻറ്റീരിയർ അത് ഇതിന് മുന്നേ ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു BE05ൻ്റെ ഇൻറ്റീരിയേഴ്സ്. പക്ഷേ നമ്മൾ കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ലീക്കായി വന്ന വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ കോൺസെപ്റ്റിൽ നമ്മൾ കാണുന്ന ഇൻറ്റീരിയറും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും അങ്ങനെ ആയിരിക്കില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഫാബ്രിക് ഫിനിഷ്, അതായത് എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആയിരിക്കാം, പക്ഷേ ഇത്രയും ഫുൾ സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അതിനേക്കാൾ ഇത്തിരി കൂടെ കോസ്റ്റ് അവർക്ക് കുറയ്ക്കണം. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടാക്കി വെച്ചാലും ആരും വാങ്ങില്ലല്ലോ. ആൻഡ് ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ഈ കോൺസെപ്റ്റിൻ്റെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് തന്നെയാണ് മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തന്നെയാണ് പ്രൊഡക്ഷൻ റെഡി ആയിട്ട് വരാൻ പോകുന്ന സ്റ്റിയറിംഗ് വീൽ. പിന്നെ ഇൻഫോടൈം സിസ്റ്റം കാണാം. ഈ വാഹനത്തിൽ നമുക്ക് 2 ഇൻഫോടൈം സിസ്റ്റമാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് എന്താണ് ഞാൻ അങ്ങനെ പറയേണ്ട റീസൺ ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. E8ലും E9ലും ഒക്കെ 2 അല്ല 3 ഇൻഫോടൈം സിസ്റ്റംസ് ആണ് കിട്ടുന്നത്. 3 ഇൻഫോടൈമെൻ്റ് അല്ല, 3 ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നമുക്ക് പാസഞ്ചർ സൈഡിലൊരു ഡിസ്പ്ലേ ഉണ്ട്, നടുവിൽ സാധാരണ വരുന്ന പോലത്തെ ഇൻഫോടൈമെൻ്റ് ഉണ്ട്, പിന്നെ ഡ്രൈവറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തായാലും 2 ഉള്ളൂ, 3 ഒന്നുമില്ല. അതിപ്പോൾ ടെക്നോളജിക്കലി ചിലപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്തായാലും കുറച്ച് ഓവറായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പറയാം.
പിന്നെ ഇതും ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ ഈ EV6 മൈനിക് 5 കാണുന്ന പോലെ സെൻറ്റർ കൺസോളിൻ്റെ താഴത്തായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഏരിയ അവൈലബിൾ ആണ്. ആംറസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മഹീന്ദ്രയുടെ പുതിയ ഗിയർ നോബിൻ്റെ ഡിസൈനും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ ഓവറോൾ നോക്കുമ്പം ഇൻറ്റീരിയേഴ്സൊക്കെ ഈ വാഹനത്തിൻ്റെ വളരെ പ്രീമിയമാണ്. ഇനി ഇതെങ്ങനെയാണ് ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം ബേസ് ചെയ്ത് വരാൻ പോകുന്ന ഒരു വാഹനമാണിത്. ആൻഡ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികൾക്ക് എല്ലാത്തിനും ചില സ്പെസിഫിക് ആയിട്ടുള്ള കഴിവുകളുണ്ട്. അതായത് 60 kWh ബാറ്ററി പാക്ക് വരെ ഈ വാഹനത്തിന് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പല പല കൺഫിഗറേഷൻസ് മഹീന്ദ്ര പറഞ്ഞിട്ടുണ്ട്. 60 kWh 80 kWh ആണ് അവർ ഇലക്ട്രിക് വാഹനങ്ങൾ പറഞ്ഞ് സൈസ് ചെയ്ത്. പിന്നെ ചെറിയ വണ്ടി ആയതുകൊണ്ട് എന്തായാലും 60 kWh മുകളിൽ വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ പവറിൻ്റെ കേസ് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അതിപ്പം നമുക്ക് ഓൾറെഡി അറിയാം. മഹീന്ദ്ര ഇപ്പോൾ ഇറക്കുന്ന XUV 400 ആണെങ്കിൽ പോലും ആ സെഗ്മെൻറ്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ്. ഈ വാഹനം ഇൻഗ്ലോ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ 6 സെക്കൻഡ്സിനുള്ളിൽ വരെ 0 to 100 എത്താനുള്ള കഴിവുണ്ടാവും എന്നും പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഈ വാഹനം ജസ്റ്റ് റിയർ വീൽ ഡ്രൈവിൽ മാത്രമായിരിക്കില്ല, നമുക്ക് ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓൾ വീൽ ഡ്രൈവിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഓഫ് റോഡ് പോവുക എന്ന് പറയുന്നൊരു പർപ്പസ് ബേസ്ഡ് ആയിട്ടല്ല. ഇപ്പോൾ നിങ്ങൾ കിയയുടെ EV6 GT ഒക്കെ എടുത്താൽ തന്നെ അറിയാം, അതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. പക്ഷെ അത് അവരങ്ങനെ കൊടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ റോഡ് ഹോൾഡിങ്, ഗ്രിപ്പ്, അതുപോലെ തന്നെ കോർണറിങ് എബിലിറ്റി, പിന്നെ പവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം ഡബിൾ മോട്ടോർ സെറ്റപ്പ് ആണല്ലോ. ഫ്രണ്ടിലും ബാക്കിലും നമ്മളൊരു മോട്ടോർ കൊടുക്കും. അത് വെച്ച് നല്ല ഭീമമായ പവർ ആയിരിക്കും ഈ വാഹനങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പവർ റോഡിലേക്ക് പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രിക് വണ്ടികളിൽ വരുന്ന പോലെ നമുക്ക് ആ ഒരു വീൽ സ്പിൻ്റെ പ്രശ്നവും വരുന്നില്ല. ഇപ്പോൾ ഈവൻ നമ്മുടെ കർവിലൊക്കെ അവർ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൊടുത്താൽ പോലും അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വീൽ സ്പിൻ ആവുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ എന്തായാലും വീൽ സ്പിൻ ഒന്നും അങ്ങനെ ആവില്ല. എന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ഓൾ വീൽ ഡ്രൈവ് വേരിയൻസ് മാത്രമായിരിക്കില്ല വരുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല വില കൊടുക്കേണ്ടി വരും. അവരല്ല നമ്മളും ഈ വാഹനം വാങ്ങാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബേസിക് വേരിയൻസ് എല്ലാം തന്നെ റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലായിരിക്കും വരുന്നത്. അതെ, റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനാണ്, ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ല. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ തന്നെ ഒരു 30-40 lakhs റേഞ്ചിൽ അതിൻ്റെ താഴത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഈവൻ നമ്മൾ ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിലാണ് അതൊക്കെ റിയർ വീൽ ഡ്രൈവ് കിട്ടുന്നത്. അങ്ങനെ വരുന്ന BYDയുടെ നമ്മുടെ Atto 3 പോലും ഫ്രണ്ട് വീൽ ഡ്രൈവ് ബേസ്ഡ് ആണ്. സീലൊക്കെ തൊട്ടാണ് നമുക്ക് റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ വരുന്നത്. ഈ വണ്ടി അവർ പണ്ട് പറഞ്ഞിരിക്കുന്ന ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ 2026 to 2027 ലോഞ്ച് ആവേണ്ടതാണ്. ഇപ്പോഴേ ടെസ്റ്റിംഗ് തുടങ്ങി എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും 2026 ഈ വാഹനം ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമുള്ള ഇലക്ട്രിക് വാഹനം എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ അവർക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ നല്ല സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ളൊരു വാഹനമാണ്. കാരണം ടാറ്റയുടെ ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോംസിലുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അതും ജനറേഷൻ 2 ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ജനറേഷൻ 3 ബേസ്ഡ് പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് അവിഞ്ഞ ആ റേഞ്ചിലുള്ള വണ്ടികളിലോട്ടാണ് കാണാൻ പറ്റുന്നത്. മഹീന്ദ്ര ഇപ്പോൾ ഓൾറെഡി പറയുന്ന ടാറ്റയുടെ ജനറേഷൻ 3 ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എന്താണോ അതിൽ വരാൻ പോകുന്ന വാഹനങ്ങളെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോം അല്ല, മഹീന്ദ്രയുടെ സ്വന്തം പ്ലാറ്റ്ഫോമാണിത്. ബട്ട് സ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ചാണ്, അതായത് ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ കോൺസെപ്റ്റ് രൂപത്തിലായിരുന്നപ്പോൾ ഈ വാഹനത്തിന് സൈസ് കൂടുതലായിരുന്നു. 4370 mm തന്നെ ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ സ്പെക്ക് ആയപ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ എൻട്രി ലെവൽ സെഗ്മെൻറ്റ് പ്ലേസ് ചെയ്യാനായിട്ടും അതുപോലെ അഫോർഡബിൾ ആയിട്ടൊരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമുള്ള വണ്ടി കൊടുക്കാനായിട്ടും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ സൈസ് കുറച്ച്. അത് നമുക്ക് വണ്ടി വരുമ്പോൾ ഡയറക്റ്റ് അറിയാം. എന്തായാലും വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.